നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂർ ലോക രാജ്യങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കുന്ന മണിക്കൂറുകൾ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഇസ്രായേലിന്റെ പുതിയ തന്ത്രം എന്താണെന്നും ഇറാൻ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. സത്യത്തിൽ ലോകരാജ്യങ്ങൾ വളരെ ഞെട്ടലോട് കൂടിയാണല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു യുദ്ധത്തെ. നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാം അവസാന മണിക്കൂർ? എല്ലാവരും ഒക്ടോബർ 7-ലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7-ന് മൊസാദ് ഒരു ആക്രമണം നടത്താം. കാരണം ഒക്ടോബർ 7 ഒരു വർഷം തികയുകയാണ്. ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറി 1139 ഇസ്രയേലികളെ കൊലപ്പെടുത്തുകയും 200ഓളം പേരെ തടവിലാക്കുകയും ചെയ്ത ലോകം ഞെട്ടിയ ഒരു സംഭവം. അതായത് ഇതുവരെ അതിൽ പകുതിയധികം പേര് ബന്ദികളിൽ നിന്ന് മോചനം നേടിയിട്ടില്ല എന്നത് കൂടിയാണ് ഏറ്റവും കൂടുതൽ. മാത്രമല്ല, ഈ യുദ്ധം മുറുകുന്ന സമയത്ത് ബന്ദികളിൽ പലരെയും കൊന്നൊടുക്കിക്കൊണ്ട് ഹമാസ് വലിയ രീതിയിലുള്ള പ്രകോപനം ഇസ്രയേലിന് നേരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും മൃഗീയമായ കൊലപാതകം. സാധാരണഗതിയിൽ ഉള്ള ഒരു തലവെട്ടുന്നതോ അങ്ങനെയൊന്നുമല്ല. അവരെ മരണാനന്തര സമയങ്ങളിൽ ഏറ്റവും കൂടുതലും വേദന അനുഭവിച്ച് കൊല്ലിക്കുക, അത് തന്നെയായിരുന്നു അവരുടെ രീതി എന്ന് പറയുന്നത്. ഇതിൽ അതായത് ഇത്രത്തോളം ഒരു ജൂത വികാരം ഇളകാൻ കാരണം, നമ്മളെപ്പോഴും ഇപ്പോൾ ഗാസയിൽ ആക്രമണം നടത്തുമ്പോൾ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ്, വംശീയ ഉന്മൂലനം നടത്തുന്നു, കുട്ടികളെ കൊന്നൊടുക്കുന്നു, സ്ത്രീകളെ കൊന്നൊടുക്കുന്നു. ഒട്ടും മാനുഷികമല്ലാത്ത ഒരു ആക്രമണമാണ് ഇസ്രയേൽ. ഓർമ്മയുണ്ട്, നമ്മൾ ഈ ഏകദേശം ഒരു വർഷമായല്ലോ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ ഓർമ്മയുണ്ട്, അതായത് ഗർഭിണിയായ സ്ത്രീയെ കൊല്ലുന്നു, അതിനകത്ത് ഉള്ള ആ ഭ്രൂണത്തെ ഇവർ പുറത്തേക്ക് എടുത്ത് അതിനെ നശിപ്പിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ വളരെ ഞെട്ടലോടുകൂടിയും വേദനാജനകമായിട്ട് നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും ക്രൂരമായുള്ള ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തുന്നു എന്നുള്ള തരത്തിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രതികരിച്ചിരുന്ന ഒരു സമയത്ത്, പക്ഷേ അതിൽ നമ്മൾ മറ്റൊരു വസ്തുത വിട്ടുപോകുകയാണ്. നമ്മൾ പലസ്തീനെ പിന്തുണയ്ക്കുന്നു, ശരിയാണ്, പലസ്തീന് നമ്മളുടെ പിന്തുണ വേണ്ട സാഹചര്യമാണ്. പക്ഷേ ഹമാസിന്റെ രീതി ഇവിടുത്തെ പലസ്തീനികളെ കവചമാക്കിക്കൊണ്ട് യുദ്ധം നടത്തുക എന്നുള്ളതായിരുന്നു. അത് വ്യക്തമായ കാര്യമാണ്. പക്ഷേ ഈ ജൂതവികാരം ഇത്രത്തോളം ഇളകിയത് എന്തുകൊണ്ട് എന്നുള്ളതിനെ പറ്റി പലരും, ഐക്യരാഷ്ട്രസഭയാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഇസ്രയേലിനെ വിമർശിച്ച മറ്റു രാജ്യങ്ങളും ഒന്നും പറഞ്ഞില്ല. അതിൽ ഹമാസ് നടത്തിയ, അതായത് ഒക്ടോബർ 7-ന് അവിടെ കടന്നു കയറി ഹമാസ് അതിക്രൂരമായി തന്നെയാണ് ഇസ്രയേലികളെ കൊലപ്പെടുത്തിയത്. സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, കുഞ്ഞു കുട്ടികളെ പോലും അതിക്രൂരമായി അതിക്രൂരമായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഇത്രത്തോളം വലിയ ഒരു ആക്രമണം ഗാസയിൽ തുടങ്ങാൻ കാരണം. അതായത് പാതാളത്തിനടിയിൽ ഒളിച്ചാൽ പോലും ഹമാസുകളെ കൊന്നൊടുക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് കെട്ടിടങ്ങൾ തകർത്തുകൊണ്ട്, സ്കൂളുകൾ ആക്രമിച്ചുകൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നൊരു നീക്കമായിരുന്നു ഹമാസിനുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ഗാസയിൽ തുടങ്ങിയ ആ ഒരു യുദ്ധമാണ് ഇന്നിപ്പോൾ ഇറാനിൽ വരെ എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ മറ്റൊരു ചർച്ചയാണ് വരുന്നത്. അതായത് ഇസ്രയേലിനെ തളർത്തിക്കൊണ്ട് അത് അൽ ജസീറയിൽ തന്നെ അതുപോലെയുള്ള ചില മാധ്യമങ്ങളിലൊക്കെ, ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മാത്രമല്ല, മലയാളത്തിലുള്ള പല വീഡിയോകളും, അതായത് എഡിറ്റ് ചെയ്തുള്ള പല വീഡിയോകളും പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നെതന്യാഹു ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ, ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അതായത് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെ നെതന്യാഹു ഓടുന്ന ഒരു വീഡിയോ. ഇതൊക്കെ ചില ഗ്രൂപ്പുകളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ഇന്ന് അല്പസമയം മുൻപ് ഞാൻ കണ്ടൊരു വാർത്തയാണ്. അതായത് 181ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ളവ ഇറാൻ ഇസ്രായേലിലേക്ക് പായിച്ചല്ലോ. ആ ദിവസം വളരെ നെറ്റിലോട് കൂടി തന്നെയാണ് നമ്മൾ പിറ്റേ ദിവസം ആ വാർത്ത കേട്ടത്. പക്ഷെ ഒന്നുപോലും തന്നെ അയൺ ഡോം അത് ഇസ്രായേൽ മണ്ണിൽ വീഴ്ത്താൻ സമ്മതിച്ചിരുന്നില്ല എന്നും, വ്യോമതാവളം കേന്ദ്രീകരിച്ചായിരുന്നല്ലോ ആക്രമണം നടത്തിയിരുന്നത്. ഈ വ്യോമതാവളമൊക്കെ തന്നെ സുരക്ഷിതമായി തന്നെ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ ഒരു പാടും സംഭവിച്ചിട്ടില്ല എന്ന് കൃത്യമായി ഇസ്രായേൽ പറയുന്ന ഒരു സംഭവമായിരുന്നു അതിനുശേഷം നടന്നിരുന്നത്. അതായത് 181ഓളം മിസൈലുകളും ഐസെല്ലാം തന്നെ പൂർണ്ണമായി പരാജയമായിരുന്നു എന്നാണ് ഇസ്രായേലിന്റെ വാദം. എന്നാൽ ഇറാൻ അന്ന് തന്നെ ഇത് എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശരി, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ അതായത് അടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ യുദ്ധം ഉടനെ തന്നെ മുറുകുമെന്ന ഒരു അവസ്ഥ നിൽക്കുമ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. ഏകദേശം 33ഓളം ഗർത്തങ്ങൾ ഈ 181 ബാലിസ്റ്റിക് മിസൈലുകൾ കാരണം ഈ വ്യോമതാവളത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യോമതാവളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ചോദ്യം ഇതാണ്, മൊസാദിനും അതുപോലെ തന്നെ ഈ അയൺ ഡോമും ഒക്കെ തന്നെ പൂർണ്ണമായി പരാജയമായിട്ടില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അല്ല, പക്ഷേ എനിക്കതിനെ അങ്ങനെ തോന്നുന്നില്ല. കാരണം
അന്ന് തന്നെ മറ്റ് പല മാധ്യമങ്ങൾ, അതായത് ജെറുസലേം പോസ്റ്റിലും വന്നിരുന്നു, അൽ ജസീറയിലും ഈ പോസ്റ്റ് വന്നതാണ്. അതായത് 181 മിസൈലുകൾ ഇറാൻ ഇസ്രയേലിലേക്ക് അയക്കുന്നു. ഇതിൽ പകുതിയോളം തടഞ്ഞു നിർത്താൻ, അതായത് ഭൂരിഭാഗവും മിസൈലുകളെ തടയാൻ അയൺ ഡോമിന് കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമായി അതിന്റെ റിപ്പോർട്ടുകൾ അന്ന് തന്നെ പുറത്തു വന്നതാണ്, പിറ്റേ ദിവസമായിട്ടൊക്കെ. അപ്പോഴും ഇസ്രയേൽ ഔദ്യോഗികമായി പിറ്റേ ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് 130 മിസൈലുകളോളം ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട്, ബാക്കി ഇസ്രയേൽ മണ്ണിൽ വീണിട്ടുണ്ട്, പക്ഷേ ഒരാൾക്ക് പോലും ജീവഹാനി ഉണ്ടായിട്ടില്ല. ഇതെല്ലാം കെട്ടിടങ്ങൾക്ക് മുകളിലും ഒക്കെ ആയിട്ടാണ് പതിച്ചിട്ടുള്ളത്. കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ദൃശ്യങ്ങളായിരിക്കാം ഈ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേടുപാടുകൾ സംഭവിച്ചു, അല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് കൃത്യമായി തന്നെ എല്ലാ മിസൈലുകളും വീണിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ചിത്രങ്ങളും ഒക്കെ തന്നെ പുറത്തേക്ക് വരുമ്പോൾ അതിനെ വലിയ രീതിയിൽ ഒരു ആഘോഷമാക്കുകയാണ് ഒരു വിഭാഗം. അതായത് ഇസ്രായേലിനെ തളർത്താൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നതാണല്ലോ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫേക്ക് വീഡിയോകൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ ആരാധിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്. ഗോവിന്ദൻ മാഷിന്റെ അടക്കം കഴിഞ്ഞ ദിവസം വന്ന വലിയ തമാശയാക്കിയൊക്കെ. അടുത്ത ദിവസം ഒക്ടോബർ 7-ന് കേരളത്തിൽ പ്രതിഷേധം നടക്കുകയാണ്, സമരം നടക്കുകയാണ്. പക്ഷേ ഇതൊക്കെ പലസ്തീന്റെ പേരിലാണ്. പലസ്തീൻ സ്വതന്ത്രമാക്കപ്പെടണം, അധിനിവേശം ഇല്ലാതാകണം എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത് പലസ്തീന്റെ കാര്യത്തിൽ. ശരിയാണ്, പലസ്തീൻ കാര്യത്തിൽ അതൊരു സ്വതന്ത്ര രാഷ്ട്രമായി മാറണം, അവിടെയുള്ള ജനങ്ങൾക്ക് സ്വതന്ത്രമായി തന്നെ ജീവിക്കണം. പക്ഷേ അപ്പോഴും നമുക്ക് നശിപ്പിക്കേണ്ട ഒന്നുണ്ട്, ഭീകരവാദം. അതിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യണം. പലസ്തീൻ സ്വതന്ത്രമാകുമ്പോൾ തന്നെ ഹമാസ് ഇല്ലാതാകേണ്ടതും മറ്റൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഇപ്പോൾ ഫ്രാൻസിനെ ഒഴികെ, ഫ്രാൻസ് മാത്രമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഫ്രാൻസിനെ മാറ്റി നിർത്തി മറ്റെല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യ അടക്കം പല കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്താതിരിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഫ്രാൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇമ്മാനുവൽ മാക്രോണിന് ഇതൊരു നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. കാരണം അധികാരം നിലനിർത്തണമെങ്കിൽ ഇവരെ മുഴുവനായിട്ട് തള്ളിപ്പറയാനും പറ്റാത്ത ഒരു ഘട്ടത്തിലാണ് ഇമ്മാനുവൽ മാക്രോൺ. അവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നും ഇത്രയും നാളും ഇല്ലാത്തൊരു നടപടിയിലെ ഒരു നീക്കമുണ്ടായി. 21 ദിവസത്തെ വെടിനിർത്തൽ ചർച്ച വേണമെന്നൊരു നീക്കമുണ്ടായി. അതിനെ ഇസ്രായേൽ പൂർണ്ണമായി തള്ളുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അപ്പോൾ അവിടെയും പണിപാളി. അപ്പോൾ ഇവിടെയെങ്കിലും ഇങ്ങനെയെങ്കിലും നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഷേം ഓൺ യു എന്ന് പറഞ്ഞ് തന്നെയാകും പൂർണ്ണമായി തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇറാനിലേക്ക് കൂടി വരികയാണെങ്കിൽ, ഇറാനിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, അതായത് ഈ ഗുഡ് സേന ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂതികൾക്കും ഒക്കെ തന്നെ ഈ പരിശീലനം നൽകുന്ന ഗുഡ് സേനയെ തലവനെ കാണാനില്ല, സാമ്പത്തിക സഹായവും നൽകുന്ന, അതായത് ഇവര് ഇറാന് പുറത്തുള്ള ഓപ്പറേഷനുകളിലെല്ലാം നീക്കം നടത്തുന്ന സംഘം ഇസ്മായിൽ ഖാനി അദ്ദേഹത്തെ കാണാനില്ല എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് പക്ഷേ ഈ ഇറാനിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി സംഘങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു തലവനെ കാണാതാകുമ്പോൾ നേരെ വിരൽ ചൂണ്ടുന്നത് മൊസാദിലേക്കാണ്. മൊസാദ് തീർത്തു അല്ലെങ്കിൽ മൊസാദ് തൂക്കി എന്നുള്ളൊരു ചർച്ച ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഇറാൻ പത്രങ്ങൾ തന്നെ അത് പറയുന്നുണ്ടെന്നാണ് അതിനെക്കാട്ടി വലിയ അത്ഭുതം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും അവർ സമ്മതിച്ചു തരുന്നതല്ല. അല്ല, അത് ഇറാൻ പത്രങ്ങളിൽ ഖമനേയിയെ എതിർക്കുന്ന ഒരു വിഭാഗം ഇറാനിലുണ്ടല്ലോ. അതായത് ഈ തീവ്ര മത നേതാക്കളെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം ഇറാനിലുണ്ട്. അപ്പം അത്തരത്തിലുള്ള പത്രങ്ങളിൽ നിന്നുമാണ് ഇതുപോലെയുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അതായത് നമുക്കറിയാം, ഇബ്രാഹിം റൈസി മരിച്ചതാണോ കൊല്ലപ്പെട്ടതാണോ അതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇബ്രാഹിം റൈസി മരിച്ചതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇറാനിൽ നിന്നും ആണ് ആ വാർത്ത പുറത്തേക്ക് പോയത്. അതായത് മൊസാദ് തീർത്തതാണ് എന്നുള്ളത്. പക്ഷേ പിന്നീട് അതിനെ അത്തരത്തിൽ, അതായത് അതൊരു അപകടം മരണം മാത്രമായിരുന്നു എന്നുള്ള തരത്തിലേക്ക് ഇറാൻ ഭരണകൂടം അതിനെ മാറ്റുകയാണ് ചെയ്തത്. അതായത് അപകട മരണത്തിന്റെ കാരണം ഇതായിരുന്നു, ഈ കാലാവസ്ഥ പ്രശ്നങ്ങളാണ് എന്നുള്ളത്. മറ്റ് കൂടെ പോയ മറ്റ് ഹെലികോപ്റ്ററിൽ നിന്നും ഒന്നും ഇല്ലാത്തൊരു വ്യതിയാനമായിരുന്നു ഇവർക്ക് ഈ ഒരു ഹെലികോപ്റ്ററിന് സംഭവിച്ചത്. മാത്രമല്ല ആ സമയത്ത് ഇപ്പോൾ പേജറുകൾ പൊട്ടിത്തെറിച്ചൊരു ആക്രമണം നടന്ന സമയത്ത് ഇബ്രാഹിം റൈസിയുടെ കൈകളിൽ ഒരു പേജർ ഉണ്ടായിരുന്നു എന്നുള്ള ചിത്രങ്ങൾ സഹിതം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുമില്ല. കാരണം മൊസാദാണ് അത് ഉള്ളതെങ്കിൽ അതിന്റെ ഒരു വിവരങ്ങളും പുറത്തേക്ക് വരാൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ സംസാരിച്ചത് ഖാനിയെ കുറിച്ചുള്ള അദ്ദേഹത്തെ കാണാനില്ല എന്നൊരു ചർച്ചയാണ് ഇപ്പോൾ വരുന്നത്. എന്ത് തോന്നുന്നു, മൊസാദ് തൂക്കിയതായിരിക്കാമോ?
എനിക്കും അങ്ങനെ തന്നെയാണ് സംശയം തോന്നുന്നത്. കാരണം പലതരത്തിലുള്ള കാരണങ്ങൾ ഇവർ തന്നെ പറയുന്നുണ്ട്. അതായത് 5 വർഷത്തിന് ശേഷം ഇറാന്റെ പരമോന്നത നേതാവ് ഈ ഇറാനുമായി അഭിസംബോധന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ എത്തുമ്പോൾ സാധാരണഗതിയിൽ അവിടെ വരേണ്ട എല്ലാ നേതാക്കന്മാരും അല്ലെങ്കിൽ എല്ലാ തലവന്മാരും അവിടേക്ക് വരേണ്ടതാണ്. പക്ഷേ ഇയാൾ മാത്രം അവിടേക്ക് കാണുന്നില്ല. അതൊരു പ്രധാനമായിട്ടുള്ള പോയിന്റ് കാണുന്നുണ്ട്. എന്തുകൊണ്ട് വന്നില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് എന്ന് പറയുന്നത് അവസാനമായി വന്നത് ഈ നസറുള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അവസാനമായി വന്നതെന്ന് പറയുന്നു. അപ്പോൾ പിന്നീട് പറയുന്നത് ഇതൊന്നുമല്ല, അദ്ദേഹം ബെയ്റൂട്ടിൽ തലവന്മാരെ കാണാൻ പോയി. മറ്റേ തലവന ബെയ്റൂട്ടിൽ ഇപ്പോൾ ഉള്ളത് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ തന്നെ മരണമടയുന്ന സാഹചര്യം. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ശ്രീജ പറയുന്നത് പോലെ തന്നെ അങ്ങനെ ഇപ്പോൾ മൊസാദിന്റെ ഭാഗത്ത് നിന്ന് മൊസാദ് തീർത്തതാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ബോഡി എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയത്തുള്ളൂ. കാരണം പലയിടത്തായി വ്യോമാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം എല്ലാ വാർത്തകളുടെ മുൻപിലും മരണപ്പെട്ടിട്ടുണ്ടാകാം, കാണാനില്ലായിരുന്നു, കാണുന്നില്ല, അല്ലെങ്കിൽ മരണപ്പെട്ടു, ചില പെടുവായിരിക്കാം, അല്ലെങ്കിൽ കൊന്നോ നശിച്ചോ എന്നൊക്കെ പല ചോദ്യചിഹ്നങ്ങളായിരുന്നു ആദ്യം വന്നത്. പിന്നീട് അതിന്റെ സ്ഥിരീകരണം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ മരണപ്പെട്ടോ എന്നൊരു സഫീദിന് അയാൾ മരണപ്പെട്ടോ എന്നായിരുന്നു ചോദ്യമായിരുന്നു ആദ്യം ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മുമ്പ് ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിന് ശേഷം ഇപ്പോഴൊരു റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സഫീദ്ദീൻ കൊല്ലപ്പെട്ടിട്ടില്ല, ഒളിവിലാണ്, ഹിസ്ബുള്ള തന്നെ മാറ്റിയിരിക്കുകയാണ് എന്നൊരു ചർച്ച വരുന്നുണ്ട്. അതിലേക്കാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് അതിന്റെ തലേ ദിവസം ഖമേനിയുടെ ഒരു ദൂതൻ നസറുള്ളയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി, അതായത് മൊസാദ് ഏത് നിമിഷവും നസറുള്ളയെ തീർക്കാം എന്നുള്ളൊരു ഘട്ടം എത്തി നിൽക്കുന്നു എന്നുള്ള വിവരം ഖമേനിക്ക് ലഭിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ തന്റെ ദൂതനെ ലെബനനിലേക്ക് അയച്ചു എന്നും നസറുള്ള ഉടൻ തന്നെ ബെയ്റൂട്ട് വിടണമെന്നും ഇറാനിലേക്ക് എത്തണമെന്നും ഖമേനി ആവശ്യപ്പെട്ടു എന്ന് ഇറാൻ മന്ത്രിസഭയിൽ നിന്ന് തന്നെയാണ് ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഖുദ്സ് സേനാ തലവനെ കാണാനില്ല എന്നൊരു ചർച്ച വരുമ്പോൾ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്, അതായത് ഇതിന് ശേഷം നസറുള്ള കൊല്ലപ്പെട്ടതിന് ശേഷം ബാക്കിയുള്ള നേതാക്കന്മാരുടെ എല്ലാം സുരക്ഷ അവരെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആവശ്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ഇറാൻ ബന്ധം, പുതിയ ഹിസ്ബുള്ള തലവന് ഇറാൻ ബന്ധമുണ്ട്. കാരണം മരുമകനുമായൊരു ബന്ധം ഇറാനുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇറാൻ ആ തലവനെയും കൂടി നമ്മൾ സംരക്ഷിക്കില്ലായിരുന്നു. കാരണം ഈ നസറുള്ളയുടെ ശരീരം ഇതുവരെ ചിന്നിച്ചിതറി പോയി എന്നാണ് പറയുന്നത്. അല്ല, നസറുള്ളയുടെ മൃതദേഹത്തിന് കേടുപാടുകൾ സഫീദിന്റെ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, ചിന്നി ചിതറിപ്പോയി എന്നാണ്. ആ ഒരു ഘട്ടത്തിലാണ് സഫീദ്ദീൻ കൊല്ലപ്പെട്ടിട്ടില്ല, സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ് എന്ന് ഹിസ്ബുള്ള തന്നെ പറയുന്നത്. പക്ഷേ ഇസ്രായേൽ വാദിക്കുന്നു ഞങ്ങൾ സഫീദ്ദീനെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വാദിക്കുന്നു. പക്ഷേ ഹിസ്ബുള്ള അതിനെ തള്ളിക്കളയുകയാണ്. പക്ഷേ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിറ്റേ ദിവസം തന്നെ ഹിസ്ബുള്ള വന്ന് പ്രതികരിച്ചിരുന്നു. നസറുള്ള അത് തന്നെയാണ് വരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് എങ്ങനെ അവരെ സമ്മതിക്കും? കാരണം ഒരേ ഒരു തലവൻ ഉള്ള തലവന്മാരൊക്കെ പൊയ്ക്കൊണ്ടിരുന്നാൽ എങ്ങനെ അവർ സമ്മതിക്കുന്ന ആ ഒരു ഇവിടെയാണ് ഈ തലവന്മാരുടെ കാര്യം പറയുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടത്. സഫീദ്ദീൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പരക്കുന്നതിന് പിന്നാലെ തന്നെ വന്നൊരു വാർത്തയാണ്. അതായത് ഇനിയിപ്പോൾ ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് വരാൻ മറ്റ് നേതാക്കൾ ഭയപ്പെടുന്നു എന്നുള്ള, അതായത് അത്രത്തോളം മൊസാദ് എന്ന ഇസ്രായേൽ എന്ന ഭയമാണ് അവരെ വേട്ടയാടുന്നത്. മറ്റൊന്ന്, ഈ ഹസൻ നസറുള്ളയുടെ ശരീരം ഇവർ മറവ് ചെയ്തിട്ടില്ല. അതായത് സാധാരണഗതിയിൽ ഒരു നേതാവ് മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന, അതായത് നമുക്കറിയാം ഇവിടെയാണെങ്കിലും ഒരു നേതാവ് മരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ കൊടുക്കുന്ന ആ ഒരു രീതി അവർക്കും അവിടെ ഉണ്ട്. പക്ഷെ ഇതുവരെ അവർ നടത്തിയിട്ടില്ല. താൽക്കാലികമായി മറവ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവർ പറയുന്നത് വിജയശ്രീ ആളുകളെ ഞങ്ങൾ എന്ന് തിരികെ വരുമോ, ഹിസ്ബുള്ള എന്ന് തിരികെ വരുമോ അന്ന് മാത്രമേ ആഘോഷപൂർണ്ണമായി അത് നടത്തുകയുള്ളൂ, ആ ശരീരം മറവ് ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു പോയിന്റ് അതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ മറവ് ചെയ്യുന്നു, നാളെ അവിടെ ഒരു പള്ളി പണിയും, അവിടെ മുതലായിരിക്കും നാളെ ഭീകരവാദത്തിന്റെ ഉറവിടം തുടങ്ങുന്നതും പരിശീലനം ആരംഭിക്കുന്നത്. ഇവര് ഈ മരണപ്പെടുന്ന ഹിസ്ബുള്ള ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ അങ്ങനെ മറവ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ആഘോഷപൂർവ്വം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഭയങ്കര വീരപരിവേഷമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനെന്നാണെങ്കിൽ അതിനിപ്പോ എത്ര കൊല്ലം എടുക്കുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. വ്യാമോഹം മാത്രമാണല്ലോ അത്. ഇതാണ് ഇവര് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, എങ്ങനെ ഒരു തലവൻ പോയാൽ വേറൊരു തലവൻ വരും, ഈ ആശയമാണ് ഇല്ലാതാക്കേണ്ടത്. പക്ഷേ ഈ ആശയം
വിഷയം ഇല്ലാതാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ന് മരിക്കുന്ന ഭീകര നേതാക്കളെല്ലാം നാളത്തെ ഹീറോകളാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഖമേനി ഈ പരമോന്നത നേതാവ് ഖമേനി കണ്ടപ്പോൾ ഈ 18ഉം 25ഉം വയസ്സിനിടയിലുള്ള ചോരത്തിളപ്പുള്ള പിള്ളേരെ അല്ലെങ്കിൽ ചോരത്തിളപ്പുള്ള ആ വിദ്യാർത്ഥികളെ, അവിടെയുള്ള ജനത്തെയായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ഇത്തരം ആൾക്കാർക്ക് ഈ സംസാരം മതി, സംസാരത്തിലെ ശക്തി മതി, ഊർജ്ജം മതി. പേപ്പട്ടിയാണ് അമേരിക്ക അല്ലെങ്കിൽ രക്തരക്ഷസാണെന്നൊക്കെ പറയുമ്പോൾ ആരുടെ രക്തമാണ് തിളയ്ക്കാതിരിക്കുന്നത് അവിടുത്തെ? അതായത് ആ ഇറാനിലെ ഒരു വിഭാഗത്തെ ഇതുപോലെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ഈ കൊല്ലാനും ഈ ചാവേറാക്രമണങ്ങൾക്കും ഉപയോഗിക്കാൻ ഈ പരമോന്നത നേതാവിന് തന്റെ ഒരു വാക്കുകൊണ്ട് കഴിയും. അതായത് ഇത്രത്തോളം വികാരം അവരിലേക്ക് അല്ലെങ്കിൽ നീ ചാവ് എന്ന് പറഞ്ഞാൽ ചാവാനും കൊല്ലാനും ആളുണ്ട് അവിടെ. ഓരോ ജൂതനും നമ്മുടെ ശത്രുവാണ് എന്നാണ് പരമോന്നത നേതാവ് ആ പ്രഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവരിലേക്കും കുത്തിവെക്കുകയാണ്, ഈ മതവെറി കുത്തിവെക്കുകയാണ്. ഇപ്പോൾ മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. അതായത് സേന തലവനെ കാണാതാകുന്നു എന്ന് പറയുന്നില്ലേ? അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇറാന്റെ ഒരു പ്രശ്നം എന്താ? ഇറാന്റെ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ആണെങ്കിലും ഹമാസിന്റെ ഹൂതികളുടെയൊക്കെ തലവന്മാരുടെ തലകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ ഭീകര ഗ്രൂപ്പുകൾക്ക് അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം നേതൃനിരയിലെ എല്ലാ തലകളും വീണ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചിതറി കിടക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇവർക്ക് ആശയവിനിമയം പോലും കൃത്യമായി നടത്താൻ കഴിയുന്നില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇനി ഖമനേയി ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു നേതാവിൻ്റെ തല പോലും വീഴരുത്. വീണു പോയി കഴിഞ്ഞാൽ ഇതിനെ കൂട്ടിയോജിപ്പിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ആളില്ലാത്ത അവസ്ഥ വരും. എനിക്ക് പറയാനുള്ളത് ഖമേനി സ്വന്തം തലയെങ്കിലും ആദ്യം സംരക്ഷിക്കുക എന്നുള്ളത്. കാരണം ഈ ഒക്ടോബർ 7 ഈ വീഴാൻ പോകുന്നത് ഖമേനിയുടെ തലയാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ അതെ, ആശയം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആശയത്തിന്റെ ബുദ്ധികേന്ദ്രം തന്നെ ഇല്ലാതാക്കാമെന്ന് ഇസ്രായേൽ വിചാരിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഒക്കെ ഏറ്റവും വലിയൊരു പതനം, അതായത് പ്രസിഡന്റിനേക്കാൾ വലിയ പദവിയിലാണ് മതവെറി പിടിച്ച ഒരു പരമോന്നത നേതാവ് കയറിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നെതന്യാഹു ഇറാനിലെ ജനതയെ അഭിസംബോധന ചെയ്യുകയുണ്ടായിരുന്നല്ലോ. അതായത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇറാൻ സബ് ടൈറ്റിൽ വെച്ചിട്ടാണ് അദ്ദേഹം വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം, നിങ്ങളിപ്പോൾ മതവെറിയന്മാരുടെ കയ്യിലാണ് നിങ്ങളുള്ളത്, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ഖമേനിയുടെ തല തന്നെ ആയിരിക്കണം. ഉറപ്പായിട്ടും. കാരണം പഴയ പ്രതാപത്തിലേക്ക് പേർഷ്യൻ സമൂഹവും ജൂത സമൂഹവും തിരികെ പോകുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. വാക്കുകളിൽ ഖമേനിയുടെ തല തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ഒരു ലക്ഷണമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഒക്ടോബർ 7 എന്തെങ്കിലും സംഭവിക്കുമോ? ഒക്ടോബർ 7 എന്തെങ്കിലും സംഭവിക്കുമോ? സംഭവിക്കാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ്, മാത്രമേ ഇനി ബാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചങ്കിടിച്ച് നിൽക്കുകയാണ്. ഈ പറയുന്ന പരമോന്നത നേതാവ് വന്നിരുന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളിൽ നല്ല പേടിയുണ്ട് എന്നുള്ളത് ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമായതാണ്. എന്തായാലും ഒക്ടോബർ 7 ഒരു മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റ് വിനാശകരമായ ഒന്നും തന്നെ സംഭവിക്കാതെ ഈ പറയുന്ന യുദ്ധത്തിൽ നമുക്ക് ഭീകരരെ ഇല്ലാതാക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ സിവിലിയൻസിന്റെ ജീവന് കൂടി പ്രാധാന്യം കൊടുക്കണം. കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് ആ മനുഷ്യർക്കാണ്. അപ്പോൾ യുദ്ധം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. പക്ഷേ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. ജൂതനെ സംബന്ധിച്ച് അവന്റെ രാജ്യവും അവന്റെ ജീവനും സ്വത്തുമെല്ലാം സംരക്ഷിക്കണം. അതുപോലെ തന്നെയാണ് അപ്പുറത്ത് നിൽക്കുന്നവരുടെ ഈ ഭീകരവാദമാണ് പ്രശ്നം. അതാണ് ഇല്ലാതാകേണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം, കണ്ടറിയാം എന്ത് സംഭവിക്കും എന്നുള്ളത്.